പാലത്തായി കേസിലെ കോടതി വിധിയിൽ തനിക്കെതിരെ പരാമർശമില്ലെന്ന് കെ ശൈലജ MLA. നിക്ഷിപ്ത താൽപ്പര്യക്കാരാണ് അങ്ങനെ ഉണ്ടെന്ന പ്രചാരണത്തിന് പിന്നിലെന്നും അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും കുടുംബം തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കുട്ടിയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. പരാതി പറയാൻ കുട്ടിയെയും കൂട്ടി രക്ഷിതാക്കൾ പോലീസിനെ കാണാൻ പോയപ്പോൾ തന്നെ അന്നത്തെ തലശ്ശേരി DYSP വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും വളരെ ഗൗരവത്തിൽ തന്നെ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞതായും ശൈലജ പറഞ്ഞു. DYSP വിളിക്കുമ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ മുന്നിലിരിക്കുന്നുണ്ടായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ കേസ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടന്ന് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ള കാര്യത്തിൽ അത്രയല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ അന്വേഷണം നടന്നിട്ടുണ്ട്. അത് ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശികമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ആ കുടുംബം ഒരു തവണ സൂചിപ്പിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. നല്ലൊരു ടീം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കുറ്റവാളിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടിയിട്ടുള്ളത്. ആ ശിക്ഷ വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ പ്രചരിപ്പിച്ചതൊന്നും ശരിയായില്ല, അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് തൽപര കക്ഷികളായിട്ടുള്ള ചില ആളുകൾ ഇങ്ങനെ ഒരു ആരോപണവുമായി വന്നത്. എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ അത് അവസാനിപ്പിക്കണം അവർ. അല്ലെങ്കിൽ വ്യാപകമായിട്ട് അത് തുടരുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. താൻ പിന്നീട് നാട്ടിലെത്തിയപ്പോൾ അന്ന് വിളിക്കുമ്പോൾ തങ്ങൾ മുന്നിലിരിക്കുന്നുണ്ടായിരുന്നെന്നും ടീച്ചർ പറഞ്ഞത് പോലീസ് തങ്ങളോട് പറഞ്ഞെന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞതായി ശൈലജ പറഞ്ഞു. നടന്ന സംഭവം വീണ്ടും ചോദിക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടിയെ പരിഭ്രമിപ്പിക്കാതെ ശരിയായ വിവരം കുട്ടിയിൽ നിന്നും രേഖപ്പെടുത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഏതെങ്കിലും തരത്തിൽ അന്നത്തെ ഏതെങ്കിലും കൗൺസിലർമാർ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും അന്വേഷിക്കുന്നതിന് തങ്ങളാരും എതിരല്ല, ശൈലജ പറഞ്ഞു. എന്നാൽ പരാതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ശൈലജ പ്രതികരിച്ചില്ല. വിധി വന്ന ഉടനെ കുട്ടിയുടെ കാരണവർ എന്നെ വിളിച്ചിരുന്നു. ടീച്ചറുടെ ഇടപെടൽ കാരണമാണ് ആശ്വാസകരമായ വിധി ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അവർക്കാർക്കും പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം? കരുതിക്കൂട്ടിയുള്ള ദുഷ്ടലാക്കോടെയുള്ള പ്രചരണമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു പിന്നിൽ ആരാണുള്ളതെങ്കിലും അടിയന്തരമായി പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, ശൈലജ കൂട്ടിച്ചേർത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.